സർ, നമ്മുടെ കേരളത്തിലെ ചികിത്സാ സംവിധാനം ഏറെ മെച്ചപ്പെട്ടതാണ് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. പക്ഷെ എനിക്ക് മുമ്പ് സംസാരിച്ച അംഗം ശ്രീ മാത്യു കുഴൽനാടൻ നമ്മുടെ സംസ്ഥാനത്തെ ആരോഗ്യ മേഖല ആകെ തകർന്നു തരിപ്പണമായി എന്ന രീതിയിലൊരു വിഷയം ഈ നിയമസഭയിൽ അവതരിപ്പിക്കുന്നത് കേരളീയ സമൂഹത്തിന് ഭൂഷണമാണോ, വസ്തുതമായി യാഥാർത്ഥ്യവുമായി വല്ലതും യോജിക്കുന്നതാണോ? ആരെ സഹായിക്കാനാണിത്? നമ്മുടെ സർക്കാർ ആശുപത്രികൾ നേരത്തെ വന്നിരുന്നത് അതിന്റെ കണക്കെടുത്ത് പരിശോധിക്കുമ്പോൾ 15% പേരായിരുന്നെങ്കിൽ ഇന്ന് മൊത്തം ജനസംഖ്യയിൽ 50%-ലേറെ പേർ നമ്മുടെ സർക്കാർ ആശുപത്രികളാണ് ആശ്രയിക്കുന്നത് എന്നതല്ലേ യാഥാർത്ഥ്യം. കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ പോലും, നാട്ടിലെ പാവങ്ങൾക്ക് ആശ്രയമായ ആശുപത്രികൾ പോലും, സാമ്പത്തികമായി സൗകര്യമുള്ളവർ പോലും ഇന്നെത്തുന്നത് നമ്മുടെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളും താലൂക്ക് ആശുപത്രികളും മറ്റ് സർക്കാർ ആശുപത്രികളുമാണ് എന്ന കാര്യവും നാം മറക്കരുത്. ആശുപത്രി സംവിധാനങ്ങളേറെ മെച്ചപ്പെട്ടു. അതിന്റെ ഭാഗമായാണ് ഇന്നലെ ആരോഗ്യമന്ത്രി സൂചിപ്പിച്ച തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഷിബു എന്ന 42 വയസ്സുകാരന്റെ ഹൃദയം എറണാകുളത്ത് ശ്രീജിത്ത് എന്ന IPS ഓഫീസറുടെ നേതൃത്വത്തിലുണ്ടാക്കിയ ഒരു സംവിധാനത്തിലൂടെ എത്തുകയും ഹൃദയം മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയ നടത്തുകയും ചെയ്തിരുന്നത്. ആ രീതിയിലേക്ക് നമ്മുടെ ആശുപത്രി സംവിധാനങ്ങൾ മാറുമ്പോൾ അതിനെ ഒന്ന് താഴ്ത്തിക്കെട്ടുക എന്ന നിലയിലേക്ക് ഉള്ളൊരു സമീപനം ഇതിന്റെ ഭാഗത്തുണ്ട്. ഇത്തരം വിഷയങ്ങൾ അവതരിപ്പിക്കുമ്പോൾ എന്ന് എനിക്ക് തോന്നുന്നു. ഏതു മരണവും നമുക്ക് ദുഃഖകരമാണ്. എവിടെയെങ്കിലും പിഴവുകൾ എന്നുള്ളത് തിരുത്തേണ്ടതാണ്. അതിനു വേണ്ടുന്ന ആരെങ്കിലും ഉത്തരവാദികളാണെങ്കിൽ ഉചിതമായ നടപടികളും സ്വീകരിക്കേണ്ടതാണ്. തുടങ്ങിയില്ല. നമ്മുടെ സർക്കാർ ആശുപത്രികളിൽ അവയവ മാറ്റ ശസ്ത്രക്രിയ നടത്തുന്ന സംവിധാനങ്ങളെ കുറിച്ച് ഇന്നലെ സൂചിപ്പിച്ചു. കാത്ത് ലാബുകൾ നമ്മുടെ ജനറൽ ആശുപത്രികൾ വരുന്നു. എത്ര പാവങ്ങൾക്കാണ് ഇത് ഉപകരിക്കുന്നത്? വികസിത ചൈന ആരോഗ്യരംഗത്ത് നേടിയ നേട്ടങ്ങളോടൊപ്പം കേരളം എത്തി എന്നാണ് ഏറ്റവും ഒടുവിലത്തെ പഠന റിപ്പോർട്ട് കാണിക്കുന്നത്. ഡോക്ടർ രോഗി അനുപാതം ലോകാരോഗ്യ സംഘടന പറയുന്നതിനേക്കാൾ ഉയർന്ന രീതിയിൽ പരിപാലിച്ചു പോകാൻ നമുക്ക് കഴിയുന്നുണ്ട് എന്നതല്ലേ യാഥാർത്ഥ്യം. മാറാരോഗങ്ങൾ, പകർച്ചവ്യാധികൾ എന്നിവ ലോകരാഷ്ട്രങ്ങളിൽ ജനലക്ഷങ്ങളുടെ ജീവൻ കവർന്നെടുത്തപ്പോൾ ഈ കേരളം അതിനെ എങ്ങനെ നേരിട്ടു എന്നത് എല്ലാവർക്കും അറിയാവുന്നതല്ലേ. ഡോക്ടർമാർ, അവിടുത്തെ പാരാമെഡിക്കൽ ജീവനക്കാർ, പൊതുസമൂഹമാകെ നിന്നുകൊണ്ട് ലോകമാകെ വിറങ്ങലിച്ചു നിന്നപ്പോൾ കോവിഡ് എന്ന മഹാമാരിയിൽ നിന്ന് കേരളത്തെ സംരക്ഷിക്കാനെടുത്ത സമീപനം എത്രമാത്രം നമ്മളെ ആവേശം കൊള്ളിച്ചതാണ്. ആരും പുറത്തിറങ്ങാത്തൊരു കാലത്ത് കേന്ദ്ര ഗവൺമെന്റ് പ്ലേറ്റ് മുട്ടാൻ പറഞ്ഞ് ഒരു സാഹചര്യത്തെയാണ് അങ്ങനെ ഒരു സമീപനത്തിലേക്ക് കേരളത്തെ മാറ്റിയെടുക്കാൻ നമുക്ക് നമ്മുടെ ആരോഗ്യ മേഖലയുടെ ശ്രദ്ധ കൊണ്ട് കഴിഞ്ഞിരുന്നത്. രോഗമൊരു കുറ്റമല്ല സർ, അത് ദുഃഖകരമായ ഒരവസ്ഥയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആയിരക്കണക്കിന് ഡോക്ടർമാരും പാരാമെഡിക്കൽ സ്റ്റാഫുമാണെന്ന് ഇതിനുവേണ്ടി സജ്ജരായത്. മലയാളിക്ക് മറക്കാൻ കഴിയാത്ത ഇത്തരം അനുഭവപാഠങ്ങൾ നമ്മൾ ഉള്ളപ്പോഴാണ് മൂക്കുമുറിച്ചും ശകുനം മുടക്കുന്ന പ്രതിവർഷം ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ പർവ്വതീകരിച്ച് രക്ഷ നേടാൻ പരിശ്രമിക്കുന്നത്. നിങ്ങൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലും BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലും ആരോഗ്യ സംവിധാനങ്ങളുടെ, ആശുപത്രികളുടെ പൊതുസ്ഥിതി എന്താണ്? സ്വന്തം ഭാര്യയുടെ മൃതശരീരം പായിൽ പൊതിഞ്ഞ് തോളിൽ വെച്ച് കരയുന്ന കുഞ്ഞിനെയും പിടിച്ച് ഗ്രാമത്തിലൂടെ ക്ഷീണിച്ച് കിതച്ച് നടന്നു പോകുന്ന ദാനാമോഞ്ചിമാരുടെ ഇന്ത്യയിലാണ് സർ ഈ കേരളം മികച്ചു നിൽക്കുന്നത്. മറക്കരുത്. പാവപ്പെട്ടവർക്കൊരു കീറപ്പായ പോലും ആശുപത്രി ലഭ്യമല്ലാത്ത അന്യ സംസ്ഥാനങ്ങളിൽ ആരോഗ്യരംഗത്തെ ചൂണ്ടിക്കാണിക്കുന്നതിന് പകരം ജനങ്ങളെ ജാതിമത വർഗ ലിംഗഭേദങ്ങളില്ലാതെ ഏറ്റവും ഉയർന്ന ചികിത്സാ സംവിധാനങ്ങൾ ഒരുക്കി ആരോഗ്യ മേഖല കെട്ടിപ്പടുത്ത കേരളത്തിന് തുടക്കം മുതൽ തന്നെ കൈമുതലായുള്ള കേരള മോഡൽ എന്ന ഭരണ സംവിധാനം മലയാളിക്കെന്നും അഭിമാനിക്കാവുന്നതാണ്.
അടുത്ത 10 വർഷത്തിനകം കേരളത്തിൽ ജീവിത ദൈർഘ്യം ശരാശരി 80 വയസ്സിലേക്ക് കടക്കാൻ പോവുകയാണ്. ശിശുമരണ നിരക്ക് ഏറ്റവും കുറഞ്ഞ സംസ്ഥാനമാണ് എന്ന് പറയുമ്പോൾ എന്താണ് ഒരു അഭിമാനക്ഷതം? ഗർഭിണികളുടെ മരണം നിരക്ക് കുറയുന്നു എന്ന് പറയുമ്പോൾ അത് ഇവിടെയല്ല എന്ന് പറയാൻ എന്തേ ഇത്ര വ്യഗ്രത? ഈ കാര്യത്തിലും ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഏറ്റവും മുന്നിലേക്ക് ആണ് കേരളം. മികവുകളുടെ ഈ പട്ടിക വായിച്ച് അന്താളിച്ചു പോയ പ്രതിപക്ഷം വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് പ്രത്യേകിച്ച് ഞാൻ പറയേണ്ടതില്ലല്ലോ. അതിന്റെ പ്രതികരണമായിട്ടാണ് ഇത്തരം റൂൾ 50 എല്ലാം കടന്നു വരുന്നത് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ആരോഗ്യരംഗത്ത് മികവാർന്ന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നതിന്റെ ഭാഗമായി നമ്മുടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം മുതൽ മെഡിക്കൽ കോളേജ് വരെ ഉന്നത നിലവാരം പുലർത്തുന്നു എന്ന കാര്യം നമുക്ക് ബോധ്യമുള്ളതാണ്. UDF ഭരിക്കുമ്പോൾ ആശുപത്രികൾ പൂട്ടിയിട്ട അനുഭവങ്ങൾ ഉണ്ടായി. മെഡിക്കൽ കോളേജുകൾ ബോർഡുകൾ മാത്രമായി. ഇത്തരം ഒരു അവസ്ഥയിൽ നിന്നാണ് നമ്മുടെ കേരളത്തെ ഇങ്ങനെ മാറ്റിയെടുക്കുന്ന ശ്രമത്തിൽ വിജയിച്ചു മുന്നോട്ട് പോകുന്നത്. എല്ലാ പഞ്ചായത്തുകളിലും എടുത്തു പരിശോധിച്ചാൽ ഇന്ന് ആശുപത്രി സംവിധാനങ്ങൾ എത്രമാത്രം മെച്ചപ്പെട്ടു. താലൂക്ക് ആശുപത്രികൾ, ജില്ലാ ആശുപത്രികൾ, മെഡിക്കൽ കോളേജ് ലോകത്തിന് മാതൃകയായ പ്രവർത്തനം നടത്തി. അതിന്റെ ഭാഗമായാണ് ഇത്തരം പകർച്ചവ്യാധികളെ എല്ലാം തടയുന്ന തരത്തിലേക്ക് മാറാനും ഉള്ള സംവിധാനങ്ങളും അതിനനുസൃതമായ മാറ്റങ്ങൾ വരുത്താനും കഴിഞ്ഞത്. ഡോക്ടർ നേരത്തെ ചോദിച്ചുകൊണ്ട് ഡോക്ടർ സർ, നേരത്തെ വേണുവിന്റെ മരണത്തെക്കുറിച്ച് നമ്മളിവിടെ ചർച്ചയുണ്ടായി. ശ്രീ വേണു ചവറ മണ്ഡലത്തിലെ പന്മന പഞ്ചായത്തിൽ പന്മന മനയിൽ വാർഡിലാണ് ജീവിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ മരണത്തെ തുടർന്ന് ഞാൻ ഫേസ്ബുക്കിൽ ഒരു കുറിപ്പിടുകയുണ്ടായി. ആ കുറിപ്പിനകത്ത് വിശദമായിട്ടും വേണുവിന്റെ മരണത്തെ തുടർന്നുണ്ടായ അനാസ്ഥകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടും പരിശോധിക്കേണ്ടതും കുറ്റക്കാരായവരെ സമൂഹത്തിന് മുന്നിൽ കൊണ്ടുവരികയും ചെയ്യേണ്ടതും മാതൃകാപരമായി ശിക്ഷിക്കേണ്ടതുമാണെന്നാണ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. അതിനോടൊപ്പം ഞാൻ സന്ദർഭവശാൽ മെഡിക്കൽ കോളേജ് അധികൃതർ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് വ്യക്തമാക്കിയിരുന്നു. അത് ഗവൺമെന്റ് പറഞ്ഞെന്നോ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് വകുപ്പ് പറഞ്ഞെന്നോ അല്ലെങ്കിൽ എന്റേതായിട്ടുള്ള അഭിപ്രായമായിട്ടോ അല്ല രേഖപ്പെടുത്തിയിരിക്കുന്നത്. മെഡിക്കൽ കോളേജ് അധികൃതർ ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് ആൻജിയോഗ്രാം ചെയ്യാതിരുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ വേണു അവിടെ അഡ്മിറ്റ് ആയത് 5 ദിവസം അഡ്മിറ്റായി. ഈ 5 ദിവസവും അവിടെ ഓരോ ദിവസവും ഏതാണ്ട് 16 മുതൽ 20, 30ഓളം ആൻജിയോഗ്രാം, ഇലക്റ്റീവ് ആൻജിയോഗ്രാം, ആൻജിയോപ്ലാസ്റ്റി ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ട് വേണുവിനെ ആൻജിയോപ്ലാസ്റ്റി ചെയ്തില്ല? ഇതാണല്ലോ നമ്മുടെ സമൂഹത്തിന് മുമ്പിലുള്ള ചോദ്യം. അതല്ലെന്നുണ്ടെങ്കിൽ എമർജൻസി ആയിട്ട് ജില്ലാ ആശുപത്രിയിൽ കൊണ്ടുവന്നപ്പോൾ എന്തുകൊണ്ട് അവിടെ ത്രോംബലൈസ് ചെയ്തില്ല? അവിടെ സാഹചര്യം ഉണ്ടായിരുന്നു ഇല്ലായിരുന്നു? ഇതല്ലേ ചോദ്യം. അപ്പൊ ഈ വന്ന ഗവൺമെന്റിന്റെ മുമ്പിൽ വന്നിട്ടുള്ള ഈ അന്വേഷണ റിപ്പോർട്ടിൽ ഇതൊന്നും വ്യക്തമല്ല, അവ്യക്തമായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് വീണ്ടും അന്വേഷണത്തിനായിട്ട് വീണ്ടും അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണെന്ന് മനസ്സിലാക്കുന്നത്. ഈ മരണം കഴിഞ്ഞതിന് ശേഷം ഏതാണ്ട് 10ഓളം അതിലേറെ തവണ ബഹുമാനപ്പെട്ട വകുപ്പ് മന്ത്രിയുമായിട്ടും മുഖ്യമന്ത്രിയുടെ ഓഫീസുമായിട്ടും അതുപോലെ ബന്ധപ്പെട്ട സൂപ്രണ്ടുമായിട്ടും DMEയുമായിട്ടും ഒക്കെ നിരവധി തവണ സംസാരിച്ചിട്ടുണ്ട്. കുടുംബത്തിന് നീതി ലഭിക്കണം, ആവശ്യത്തിനുള്ള സഹായം, ഇതെല്ലാം പൊതുസമൂഹത്തിന്റെ ആവശ്യമാണ്. പക്ഷേ ഇതിനെതിരെ ഈ ഒരു സംഭവത്തെ ഒരു വ്യക്തിക്കെതിരെയോ ഒരു MLAക്കെതിരെയോ ഒരു സർക്കാരിനെതിരെയോ തിരിച്ചുവിടാൻ നടത്തുന്ന ശ്രമങ്ങൾ തീർച്ചയായിട്ടും അത് വേണുവിന്റെ കുടുംബത്തിന് ലഭിക്കേണ്ട നീതി അത് വൈകിപ്പിക്കും. മാത്രമല്ല അതിന്റെ ഫോക്കസ് നഷ്ടപ്പെടുമെന്നാണ് ഇത്തരണത്തിൽ സൂചിപ്പിക്കാനുള്ളത്. ഇത്തരണത്തില് എനിക്ക് ആവർത്തിച്ച് ഈ സഭയോട് പറയുവാനുള്ളത്, വേണുവിന്റെ കുടുംബത്തിനുണ്ടായ നഷ്ടം അത് എന്തു നൽകിയാലും പരിഹരിക്കാൻ പറ്റുന്നതല്ല. വേണുവിനെ നിരന്തരം ഓരോ ആവശ്യങ്ങൾക്കും വിളിക്കുന്ന ആദ്യമായിട്ടാണ് അദ്ദേഹത്തിനെ മുഖത്തിൽ കണ്ടിട്ടില്ലെങ്കിലും എന്നോട് സംസാരിച്ചിട്ടുള്ള പരിചയമുണ്ട്. അദ്ദേഹത്തിന്റെ നിര്യാണത്തിൽ അതീവ ദുഃഖം രേഖപ്പെടുത്തുകയാണ്. ബഹുമാനപ്പെട്ട MLA മണ്ഡലവുമായി ബന്ധപ്പെട്ട വിഷയമായതുകൊണ്ടാണ് ഞാൻ വഴങ്ങിയത്. സ്പീക്കർ പറയുന്നത് അനുസരിക്കൂ, പ്രസംഗം നീട്ടില്ല. ഇത്തരമൊരു സാഹചര്യത്തിലാണ് ഞാൻ അദ്ദേഹത്തിന് വഴങ്ങിയത് എന്നുകൂടി സ്പീക്കറെ അറിയിക്കുകയാണ്. ഏതായാലും നമ്മുടെ ആരോഗ്യ മേഖലയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത് പൊതുസമൂഹത്തിന്റെ ആവശ്യമാണ്. പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ജനങ്ങളുടെ എല്ലാവരും അതിൽ ശ്രദ്ധിക്കേണ്ടതാണ്, MLAമാർ ഉൾപ്പെടെ എല്ലാവരും തന്നെ. ഇവിടെ ഏതായാലും ഇങ്ങനൊരു അടിയന്തര പ്രമേയത്തിലൂടെ ഉന്നയിച്ച് കേരളത്തിലെ ആരോഗ്യ മേഖലയെ തകർക്കുന്ന ഒരു നിലപാട് സ്വീകരിക്കുന്ന സമീപനത്തോട് യോജിപ്പില്ല. അതുകൊണ്ട് ഒരു അടിയന്തര പ്രമേയം ഈ കാര്യത്തിൽ വേണ്ടിയിരുന്നില്ല എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഞാനൊരു പ്രസംഗം അവസാനിപ്പിക്കുന്നു.